ഇതാണ് മറ്റേ മോഷൻ സെൻസർ അല്ല, ഇതാണ് PIR മൊഡ്യൂൾ. ഇത് PIR മൊഡ്യൂൾ. നേരത്തെ റിലേയുടെ മൊഡ്യൂൾ പറഞ്ഞ പോലെ തന്നെ ഇതിനും VCCയും ഗ്രൗണ്ടും ഒരു സിഗ്നൽ ഉണ്ട്. ഇത് പക്ഷേ ഇത് ഔട്ട്പുട്ടല്ല, ഇത് ഇൻപുട്ട് ഡിവൈസാണ്. ഇത് സെൻസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഓർഡിനറിലേക്ക് കൊടുക്കുന്നത്. ഈ കവർ മാറ്റം വേണ്ട. VCCയും ഗ്രൗണ്ടും ഫസ്റ്റ് ഇരിക്കുന്നത് VCC, ഈ അറ്റത്തിരിക്കുന്നത് ഗ്രൗണ്ട്, സെൻട്രേത്തെയാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി കണക്ഷൻ കൊടുക്കാനുള്ളത്. ഇത് വെച്ചിട്ട് കണക്ഷൻ കൊടുക്കുന്നത് ഇനി കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള മാനുവലിൽ നിങ്ങളുടെ കയ്യിലുള്ള റെക്കോർഡിൽ ഇതുണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഈ ഫിഗറിൽ കണ്ടോ ഇതുപോലെ. ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് 8, 9, 10 നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ടുകൾ. ഈ 10 എന്ത് PIRൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ പോകുന്നത് 10. ഇതിൻ്റെ സിഗ്നൽ ഇത് പ്രോസസ് ചെയ്തിട്ട് നമുക്കൊരു സൗണ്ടും ഒരു ലൈറ്റും നമുക്ക് തരും. ഈ സൗണ്ട് ലൈറ്റ് 5 വോൾട്ടേജ് ആയതുകൊണ്ട് റെസിസ്റ്റർ സെഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇത് സൗണ്ട് നമുക്കൊരു ടോൺ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഒരു ബസറുണ്ട്. ആ ബസർ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ 3 പിന്നുകളും ഡിഫൈൻ ചെയ്യണം. ഇത് പിന്ന് 10, പിൻ മോഡ് എടുത്തിട്ട് 10 ഔട്ട്പുട്ടായിട്ട് വയ്ക്കണം. ഇല്ല, ഔട്ട്പുട്ടല്ല, ഇൻപുട്ടായിട്ട് വയ്ക്കണം. ഇത് 2 8ഉം 9ഉം ഇൻപുട്ടായിട്ട് വയ്ക്കണം. അതാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആദ്യം പിൻ മോഡ് 10ന് ഇൻപുട്ടായിട്ട് വെച്ചു. അതാണ് നമ്മൾ സെൻസർ വയ്ക്കുന്നത്. പിന്നെ ഒരു LED ആണ് ഔട്ട്പുട്ടായിട്ട് വയ്ക്കുന്നത്. 9ാമത്തേൽ 8ാമത്തേൽ ബസറാണ് വയ്ക്കാൻ പോകുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ റീഡ് 10 ഹൈ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ സിഗ്നൽ ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരാളുടെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിറ്റക്ട് ചെയ്യുന്നത്. അത് നമ്മളോട് ലൂപ്പ് വെച്ചിട്ടുണ്ട്, ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് 10 തവണ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഫോറിൻ്റെ ഈ ഫോർമാറ്റ്. ഇതെല്ലാം ഫോറിൻ്റെ ഫോർമാറ്റ് എല്ലാത്തിലും അങ്ങനെ തന്നെയായിരിക്കും. 4 × I = 0, I<10, I++. I എന്ന് പറഞ്ഞ വാല്യൂ ഐട്രേഷൻ 10 വരെ നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം 10 ആയിരിക്കും, പിന്നെ 9 ആയിരിക്കും, 8 ആയിരിക്കും, അങ്ങനെ 0 എത്തി കഴിയുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഈ 10 സെക്കൻഡിന് സമയത്തേക്ക് നമുക്ക് ഈ LED ഓൺ ചെയ്യിക്കാം. അതുപോലെ തന്നെ ബസർ നമുക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് 9, ഹൈ. ഇതിൽ ടോൺ എന്ന് പറയുന്നത് 8 പറയണതിന് പകരം ഡിജിറ്റൽ റൈറ്റ് 8 ഹൈ എന്ന് പറഞ്ഞു കൊടുത്താലും ഡിജിറ്റൽ റൈറ്റ് 8 ലോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ സൗണ്ട് നമുക്ക് കേൾക്കാം. ഈ ടോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി മാറി കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി എളുപ്പത്തിൽ വേണമെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ചെയ്താൽ അതേപോലെ തന്നെ ഈ ഒരു കാര്യം മാത്രമാണ് സ്പെഷ്യലായിട്ട് പഠിക്കാനുള്ളൂ. 4 × I = 0, I<10, I++. 10 തവണ നമുക്ക് ഈ സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ VCCയും ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ VCC എടുത്തിട്ട് VCC കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ട് എടുത്തിട്ട് ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിഗ്നൽ പോയിട്ട് 10ാമത്തെ പിന്നിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ബസർ നമ്മളെടുത്തിട്ട് ബസർ 8ാമത്തേലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ബസറിൻ്റെ ഒരു കണക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ 8ാമത്തേലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ LED, ഈ LED റെസിസ്റ്റർ കൂടെ കയറി അത് നമ്മൾ 9ാമത്തേലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8, 9, 10 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 8, 9, 10 ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 10ഉം 9ഉം 8ഉം. ഇനി ഈ കോഡ് അപ്ലോഡ് ചെയ്യണം. ഈ കോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ കോഡിനെ അപ്ലോഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ടൂൾസ് എടുത്തിട്ട് പോർട്ട് എടുത്തിട്ട് COM3 തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ആവുന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഇത് അപ്ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ഗ്രൗണ്ട് VCC ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൈ കൊണ്ടുപോകുമ്പോൾ ഇവിടെ സൗണ്ട് വരണം, മോഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് വേണ്ടത്. ഈ 10 ഇതിലേക്കുള്ള കണക്ഷൻസ്, ഇത് VCC, ഇത് ഗ്രൗണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഒരു 10 തവണ നമുക്ക് സിഗ്നൽ അടിക്കും. നമ്മളെന്തെങ്കിലും കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ വീണ്ടും ഇതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും.
ഓക്കെ, ഇപ്പോൾ എൻ്റെ മോഷൻ ഡിറ്റക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഒന്നും കൂടി ഒരു മൂവ്മെൻറ്റ് ഇതിൽ കൂടെ വന്ന് ഒരു ടെമ്പറേച്ചർ ഇതിന് കിട്ടണം. ടെമ്പറേച്ചർ ഇതിന് കിട്ടിക്കഴിഞ്ഞാലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്, സെൻസ് ചെയ്യുന്നില്ല. അതിൻ്റെ കണക്ഷൻ ലൂസ് വല്ലതും ഉണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് 10. ഇതിനേതെങ്കിലും വയർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് വേണ്ട ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. ഇതിലേതൊരു വയറിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ, ഒന്നുകൂടി നോക്കാം. ഈ വർക്ക് ചെയ്യുന്നത് 10 തവണയായിരിക്കും. ഈ ബസറും വർക്ക് ചെയ്യും, 10 തവണ ഇതിലും വർക്ക് ചെയ്യും. നമ്മുടെ മൂവ്മെൻ്റ് ഒന്നും ഡിറ്റക്ഷൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ഒരു കൈ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ PIR സെൻസറിൻ്റെ ചെയ്യാനുള്ളത്.